ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്, ജനതാ ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഒക്ടോബർ 19 മുതൽ 23 വരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടക്കുന്നു. അത് കഴിഞ്ഞാൽ സ്കൂൾ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. ഈ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പരാമർശിക്കുന്നത്. ശ്രദ്ധിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ലഭിക്കുന്നു. അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, അപേക്ഷാ നമ്പറും പാസ്വേഡും കൊടുത്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അഡ്മിഷൻ വിവരം മനസ്സിലാക്കേണ്ടതാണ്. ഓരോ വിദ്യാർത്ഥിക്കും അഡ്മിഷൻ ഹാജരാകേണ്ട സമയം അഡ്മിഷൻ സ്ലിപ്പിൽ ലഭ്യമാണ്. അഡ്മിഷന് അതാത് സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. താൽക്കാലികമായ അഡ്മിഷൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ലഭ്യമല്ല. സമയക്രമം പാലിക്കാൻ സാധിക്കാത്തവർ പ്രിൻസിപ്പലിൻ്റെ മുൻകൂർ അനുമതി വാങ്ങി അഡ്മിഷൻ സമയം മാറ്റി വാങ്ങേണ്ടതാണ്. മുൻപത്തെ വീഡിയോകളിൽ പരാമർശിച്ച കാര്യങ്ങൾ തന്നെയാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ചെല്ലുമ്പോൾ, അഡ്മിഷന് ചെല്ലുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ക്രമപ്രകാരം ഹാജരാക്കേണ്ടത്? SSLC മാർക്ക് ലിസ്റ്റ്. ഇപ്പോൾ സ്കൂളുകളിൽ മാർക്ക് ലിസ്റ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് കിട്ടിയ കുട്ടികളെല്ലാവരും കുറച്ചധികം ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് ഒറിജിനലാണ് സ്കൂളിൽ ഹാജരാക്കേണ്ടത്. TC, CC ഒറിജിനൽ, ആധാർ കാർഡ് ഒറിജിനൽ കയ്യിൽ കരുതുക. ആർക്കെങ്കിലും SSLC ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കരുതണം. കാരണം താലൂക്കിൻ്റെ, പഞ്ചായത്തിൻ്റെ ബോണസ് മാർക്കുകൾ നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിന് ഇത് അത്യാവശ്യമാണ്. SSLC സ്കീമിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാമുദായിക സംവരണം നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അഡ്മിഷന് ഹാജരാക്കണം. ബോണസ് മാർക്കിൻ്റെ അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ടൈ ബ്രേക്കിന് അർഹതപ്പെട്ട 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റുകൾ, അതിൽ NTSC മാത്രമേ 10ാം ക്ലാസ്സിന് മുൻപത്തെ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ IED വിദ്യാർത്ഥികൾ അവർക്ക് 40% കുറവില്ലാത്ത അംഗവൈകല്യം അല്ലെങ്കിൽ വൈകല്യമുണ്ട് എന്നതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൊണ്ടുവരണം. അതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി കരുതുക. കാസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിർബന്ധമായും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. SSLC, CBSE, ICSE, THSSLC തുടങ്ങിയ സ്കീമുകളിൽ ഉൾപ്പെടാത്തവർ കേരള പരീക്ഷാ ഭവനിൽ നിന്നും തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക സംവരണം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അനക്ഷർ 1 മാതൃകയിലുള്ളതോ അനക്ഷർ 2 മാതൃകയിലുള്ളതോ കൊണ്ടുവരേണ്ടതാണ്. അതിൽ AAY, PHH വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവരാണ് അനക്ഷർ 1 കൊണ്ടുവരേണ്ടത്. മറ്റുള്ളവർ അനക്ഷർ 2 ആണ് ഹാജരാക്കേണ്ടത്. റേഷൻ കാർഡ് ഒറിജിനൽ അഡ്മിഷൻ സമയത്ത് കരുതുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടും ഇനിയും അഡ്മിഷൻ ലഭിക്കാത്തവർ, അടുത്തതായി നടക്കാൻ പോകുന്ന സ്കൂൾ ട്രാൻസ്ഫറിന് ശേഷം 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. ആ സമയത്ത് ഒഴിവുകൾ വീണ്ടും പ്രസിദ്ധീകരിക്കും. വീണ്ടും മുൻപ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകണം. അതിൻ്റെ സമയക്രമത്തിന് വേണ്ടി, അതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്നത് സ്കൂൾ കോഴ്സ് മാറ്റങ്ങളാണ്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജില്ലയ്ക്ക് പുറത്തേക്കും ആദ്യ സ്കൂൾ ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതേപോലെ തന്നെ 1ാമത്തെ ഓപ്ഷൻ ലഭിച്ച് സ്ഥിരപ്രവേശനം നേടിയവർക്കും അപേക്ഷ സമർപ്പിക്കാം. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാം എന്ന് സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. സ്പോർട്സ് അഡ്മിഷൻ കിട്ടിയവർക്കും സ്കൂൾ കോമ്പിനേഷൻ മാറ്റത്തിന് അപേക്ഷിക്കാം. അതിനർത്ഥം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറാണ്
ഒക്ടോബർ 27 മുതൽ ആരംഭിക്കുന്നത്. അതിൻ്റെ വിശദമായ നിർദ്ദേശങ്ങൾ 27 പ്രസിദ്ധീകരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് നിർദ്ദേശമാണ് കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഉള്ളിൽ തന്നെ കയറി ആ സമയത്ത് ലഭ്യമാകുന്ന അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ ഓൺലൈനായിട്ട് തന്നെയാണ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നൽകേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവം വെച്ച്, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ട്രാൻസ്ഫർ പ്രക്രിയ വെച്ച് സ്കൂൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫറിന് അപേക്ഷിക്കുമ്പോൾ നിലവിലുള്ള ഒഴിവുകൾ മാത്രം കണക്കാക്കിയിട്ടല്ല അപേക്ഷകൾ സമർപ്പിക്കാറ്. ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി വരാൻ സാധ്യതയുള്ള ഒഴിവുകൾ കൂടി മുൻകൂട്ടി കണ്ടാണ് അപേക്ഷിക്കാറ്. ഉദാഹരണത്തിന്, ഗവൺമെൻറ് ജനതാ സ്കൂളിൽ സയൻസിന് ഒഴിവില്ലെങ്കിൽ അതിലേക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാം. കാരണം പ്രസ്തുത കോഴ്സിൽ നിന്നും ഒരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷിച്ച് മാറുകയാണെങ്കിൽ അതിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്ത അർഹതപ്പെട്ട അടുത്ത വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കും. 27 ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട സർക്കുലർ വരുമ്പോൾ കൂടുതൽ വ്യക്തത വരുന്നതാണ്. ഈ ഒരു ഉദാഹരണം കഴിഞ്ഞ വർഷങ്ങളിലെ ട്രാൻസ്ഫറുമായി അതിൻ്റെ അനുഭവത്തിൽ നിന്നും പങ്കുവച്ചതാണ്. ഇത്ര കാര്യങ്ങളാണ് സപ്ലിമെൻ്ററി അഡ്മിഷനുമായി ബന്ധപ്പെട്ടും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത്. ഏകജാലവുമായി ബന്ധപ്പെട്ട ഇമെയിലുകളും ഫോൺ നമ്പേഴ്സും ജനതാ ഹെൽപ്പ് ഡെസ്കിൻ്റെ വീഡിയോ ശ്രവിച്ചതിന് നന്ദി.